ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം, അതായത് തകർന്നും നുറുകിയിരിക്കുന്ന, മനോവ്യസനത്തിലായിരിക്കുന്ന, ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത, നാളെ എന്തായിട്ട് തീരുമെന്നുള്ള ആശങ്കയോട് കൂടെ വാഴുന്ന ഈ ജനങ്ങളോട് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും നങ്കൂരമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം ഘോഷിക്കുന്നു. ആകയാൽ മനുഷ്യ ജന്മങ്ങളായിരിക്കുന്ന നമ്മളൊക്കെയും ഭൂമിയിൽ നിരന്തരം ആതുരതകളിൽ കൂടെ കടന്നു പോവുകയാണ്. നാളെ പറ്റിയുള്ള ഭാരകൾ നമ്മളെ പലപ്പോഴും വേട്ടയാടാറുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും ഭയ ആശങ്കകളിൽ കൂടെ കടന്നു പോകാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെ ചൊല്ലി എല്ലായ്പ്പോഴും നമുക്ക് നാളെ പറ്റിയുള്ള ആകുലതകളാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ നാളെകളെ പറ്റി വിചാരപ്പെടേണ്ട. അതെന്താണ്? ദൈവമില്ലാത്തവരില്ലേ വിചാരപ്പെടേണ്ടത്? അപ്പോൾ നാളെ പറ്റി ഭാരമില്ലാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആശയുണ്ടെങ്കിൽ, ചിലർ പറയാറില്ലയോ, ഒരു ദിവസമെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഉറങ്ങിയിട്ട് അങ്ങ് ചത്താൽ മതിയായിരുന്നു. പല അമ്മച്ചിമാരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എന്താണ്? ഒരു ദിവസമെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിച്ചിട്ട്, അല്ലെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങിയിട്ട് അങ്ങ് ചത്താൽ മതിയായിരുന്നു. അപ്പൊ എന്താണ്? ഒരു ദിവസം പോലും ഇതേവരെ സമാധാനം ഈ വ്യക്തി അനുഭവിച്ചിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ട, ഒരു ദിവസമെന്നല്ല, ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന എല്ലാ നാളുകളും സമാധാനത്തിൽ കൂടെ നമ്മളെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. അവരിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും ദേശക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമുണ്ട്. ഹിന്ദുക്കൾക്കറിയാം, മുസ്ലിങ്ങൾക്കറിയാം, ക്രിസ്ത്യാനികൾക്കറിയാം. എന്താണ്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അത് പറയാത്ത വ്യക്തികളുടെ കുറവാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ ഞങ്ങള് സകല ദേശങ്ങളിൽ പോയി സകല ജാതി ഭാഷക്കാരോട് സുവിശേഷം പറയുമ്പോൾ അവര് പറയും, ഇതിന്റെ ഒന്നും യേശുക്രിസ്തുവിനെ കൊണ്ടൊന്നും ആവശ്യമില്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ലയോ എന്ന് അവര് പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട, അറിവില്ലായ്മയിലാണ് ഇവരിങ്ങനെ പറയുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമായിരുന്നുവെങ്കിൽ നിനക്ക് ഇന്ന് എന്തുകൊണ്ട് സമാധാനത്തിൽ കടന്നു പോകാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് നീ രാത്രികാലം ഉറക്കമില്ലാതെ കിടക്കുന്നു? എന്തുകൊണ്ട് നീ ഭയങ്കരമായിരിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു, പൈശാചിക ഭയത്തിൽ കിടക്കുന്നു? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കത്തില്ല. ഏത് വിശ്വാസം? പ്രിയപ്പെട്ട, യേശുക്രിസ്തു പറഞ്ഞ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വന്നിട്ടല്ലാതെ ആ വിശ്വാസത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതെന്താണ് വിശ്വാസം? ഒരിക്കൽ 12 വർഷക്കാലം കഠിനമായിരിക്കുന്ന രോഗിയായിരുന്നു ഒരു പെൺകുട്ടി. അവൾ അശുദ്ധിയാണ്. അവർക്ക് എന്താണ്? പുരുഷന്മാരുടെ ഇടയിലോ അവർക്ക് പുറത്തുള്ള ജനങ്ങളുടെ ഇടയിലോ ഇടപഴകുവാൻ കഴിയാത്ത വണ്ണം അവളെ അശുദ്ധിയായിട്ട് എണ്ണപ്പെട്ടു. അവരുടെ സമ്പത്ത് മുഴുവൻ, അവർക്ക് ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ സമ്പത്ത് മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തു, ഡോക്ടർമാർക്ക് കൊടുത്തു. പക്ഷെ അവർക്ക് രോഗസൗഖ്യം കിട്ടിയില്ല. അങ്ങനെ നിരാശയായിട്ട് അവളിങ്ങനെ കഴിയുകയാണ്. ഇത് ജീവിച്ചിരുന്നിട്ട് എന്താണ് കഥ? വിവാഹം കഴിക്കാനൊക്കത്തില്ല. എനിക്കെന്താണ്? മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ പ്രവേശിപ്പാൻ എനിക്ക് കഴിയത്തില്ല. എല്ലാവരും എന്നെ പരിഹസിക്കാൻ, എന്റെ അടച്ചിട്ട 4 ചുവരുകൾക്കുള്ളിൽ എന്റെ മരണം വരെ കഴിയേണ്ടി വരും. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു വാർത്ത കേൾക്കുന്നു. ഇതാ യേശുക്രിസ്തു നിന്റെ തെരുവിൽ കൂടെ കടന്നു വരുന്നു. അവിടെ ആരവാരങ്ങൾ അവൾ കേൾക്കുകയാണ്. അവരോട് കൂടെ ആയിരക്കണക്കിന് പുരുഷന്മാരെ തിരക്കിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ പിന്നെ വരുമ്പോഴേ അവൾ ഹൃദയത്തിൽ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ പുറത്തിറങ്ങിയാൽ ആൾക്കാർ എന്നെ കല്ലെറിയും, കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. ഇനി ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത്? നിരാശയുടെ പടുകുഴിയിൽ വീട് കിടക്കുകയാണ്. ഏതായാലും ഞാൻ യേശുക്രിസ്തുവിനെ തൊടും, അവൻ എനിക്ക് സൗഖ്യം തരുമെന്ന് അവളങ്ങ് വിശ്വസിച്ചു. അവരെന്താണ്? ആ പുരുഷാരങ്ങളുടെ ഇടയിൽ കൂടെ തിക്കിലും തിരക്കിലും കൂടെ വളരെ ജാമായിട്ട് കടന്നു പോകുന്ന യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ തൊടാൻ പോലും പറ്റില്ല. അവന്റെ വസ്ത്രത്തിന്റെ ഒരു അറ്റത്ത് അവിടുന്ന് തൊട്ടു, വിശ്വാസത്തോടെ തൊട്ടു. ആ ക്ഷണത്തിൽ 12 വർഷക്കാലം അവിടെ ശരീരത്തിൽ കൂടെ കടന്നു പോയിരുന്ന രോഗം മുഴുവനും ആ ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് അപ്രത്യക്ഷമായി. അവർക്ക് സുബോധം വന്നു, ശരീരത്തിന് സൗഖ്യം വന്നു. അപ്പോൾ യേശുക്രിസ്തു അവിടെ നിന്ന് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു, എടാ, നിന്നെ തൊട്ടത് ആരെന്ന് ഞങ്ങൾ എങ്ങനെ പറയും? ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നീ നിൽക്കുമ്പോഴേ എല്ലാവരും നിന്നെ തിക്കിത്തിരക്കുന്നുണ്ടല്ലോ, എല്ലാവരും ശരീരം നിന്നെ സ്പർശിക്കുന്നുണ്ടല്ലോ, പിന്നെ നിന്നെ തൊട്ടത് ആരെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്? അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, അങ്ങനെയല്ല, എന്നിൽ നിന്ന് ആ ശക്തി പുറപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട, 100 കണക്കിന് ആൾക്കാര് യേശുക്രിസ്തുവിനെ തൊട്ടിട്ടും ആ യേശുക്രിസ്തുള്ള ദൈവിക ശക്തി അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചില്ല. കാരണം എന്താണ്? അവർ വിശ്വാസമില്ലാത്തവരായിരുന്നു. എന്നാൽ വിശ്വാസത്താല യേശുക്രിസ്തു തൊട്ട മാത്രയില് ഇവർക്ക് സൗഖ്യം കിട്ടുവാൻ കാരണം ദൈവത്തിന്റെ ശക്തി ഇവരിലേക്ക് വന്നത് വഴി അവർക്ക് സൗഖ്യം കിട്ടി. അപ്പോൾ ഈ പെൺകുട്ടി ഭയന്നു പോയി. അവൾ ചെന്ന് ഈ കർത്താവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണിട്ട് പറഞ്ഞു, ഞാനാണ് അവിടുത്തെ ശരീരത്തെ തൊട്ടത്, ഞാനാകുന്നു അവിടുത്തെ വസ്ത്രത്തിൽ തൊട്ടത്. എന്നിട്ട് തന്റെ രോഗകാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ തൊട്ട മാത്രമേ എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് അവൾ പറഞ്ഞപ്പോഴേ യേശുക്രിസ്തു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു, ബാധ ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. നോക്ക് പ്രിയപ്പെട്ടേ, അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വചനം എന്താണ്? സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ വായിൽ വന്ന വചനമാണ്. അപ്പോൾ ഏത് വിശ്വാസമാണ് അവളെ രക്ഷിച്ചത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അവൻ എനിക്ക് സൗഖ്യം തരും, അവൻ എനിക്ക് രക്ഷ തരുമെന്നുള്ള അവളുടെ വിശ്വാസമാണ് അവളെ രക്ഷിച്ചത്. അതുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസം നിങ്ങളെ രക്ഷിക്കത്തില്ല. ഏതൊരു വ്യക്തിയും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, എങ്ങനെ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നെങ്കിൽ അവരിൽ നിന്ന് ശക്തി നമ്മളിലേക്ക് വന്ന് നമുക്ക് സമാധാനവും സൗഖ്യം കിട്ടും.